ഒരിക്കൽ ഒരു കുട്ടി മുത്തച്ഛനോട് ചോദിച്ചു, മുത്തച്ഛ, എനിക്ക് ഒരു കഥ പറഞ്ഞു തരാൻ കഴിയുമോ? സ്നേഹത്തിൻ്റെ തണൽ ആവോളം നൽകി മുത്തച്ഛൻ കുട്ടിയോട് ചോദിച്ചു, എന്ത് കഥയാണ് എൻ്റെ കുട്ടിക്ക് കേൾക്കേണ്ടത്? അപ്പോഴേ കുട്ടി പറഞ്ഞു, മൗനത്തിൽ ജീവിച്ച് മൗനത്തിൽ സംസാരിച്ച് മൺമറഞ്ഞു പോയ ഒരാളുടെ കഥയാണ് എനിക്ക് കേൾക്കേണ്ടത്. മുത്തച്ഛൻ ചോദിച്ചു, എൻ്റെ കുട്ടി എന്തിനാണ് ആ കഥ കേൾക്കുന്നത്? മൗനത്തിൽ ജീവിച്ച് സംസാരിക്കാനാണ് ആ കഥ ഞാൻ കേൾക്കുന്നത്. കുട്ടി പറഞ്ഞു, നമ്മൾ കാണുന്ന ചെടികളും അതിലെ പൂക്കളും അതിനോട് ചേർന്ന് നിൽക്കുന്ന വലിയ മരങ്ങളും എല്ലാം മൗനത്താലല്ലേ സംസാരിക്കുന്നത്? അവർ സമാധാനത്തോടെയല്ലേ ജീവിക്കുന്നത്? അപ്പോഴ് മുത്തച്ഛൻ കുട്ടിയോട് പറഞ്ഞു, എൻ്റെ കുട്ടി പറയുന്നത് വലിയ കാര്യങ്ങളാണ്. അങ്ങനെ മുത്തച്ഛൻ കഥ പറയാനിരുന്നു, കുട്ടി കേൾക്കാനിരുന്നു. മുത്തച്ഛൻ പറഞ്ഞു, ഞാനും നീയും ജനിക്കുന്നതിന് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു ഗ്രാമത്തിൽ ഒരാളുണ്ടായിരുന്നു. മൗനത്തിൽ ജീവിച്ച് മൗനത്തിൽ സംസാരിച്ച ഒരാളാണ്. അദ്ദേഹം ഒരു പൂന്തോട്ടക്കാരനായിരുന്നു. ചെടികളോടും പൂക്കളോടും അദ്ദേഹം മൗനത്താൽ സംസാരിച്ചു. പക്ഷികളോടും മൃഗങ്ങളോടും അതേ ഭാഷയിൽ സംസാരിച്ചു. ഗ്രാമത്തിൽ നിന്ന് ആളുകൾ അയാളുടെ അടുത്തേക്ക് വന്ന സമയത്ത് പുഞ്ചിരിയോടെ മൗനത്തോടെ നിന്നു. ഇത് കണ്ട ഗ്രാമത്തിലുള്ള ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? അയാൾ ആ സമയത്ത് തിരിച്ചൊന്നും പറഞ്ഞില്ല, മൗനത്താല് പുഞ്ചിരിച്ചു. ഗ്രാമത്തിലുള്ള കുറച്ച് ആളുകൾ അദ്ദേഹത്തെ വിഡ്ഢി എന്ന് വിളിച്ചു. കുറച്ച് ആളുകൾ അറിവുള്ള ആളുകൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ആ ഗ്രാമത്തിൽ ഒരു സന്യാസി സന്ദർശിക്കാനിടയായി. അങ്ങനെ ഈ സന്യാസി ഈ ആളുടെ അടുത്തേക്ക് വന്ന് ഇയാളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിനക്ക് ഈ മൗനം? അയാൾ ഒരു കടലാസിൽ എഴുതി, വാക്കുകൾ ശബ്ദങ്ങളെ സൃഷ്ടിക്കും, എന്നാൽ മൗനം സമാധാനത്തെയാണ് സൃഷ്ടിക്കുക. ഇത് മനസ്സിലാക്കിയ സന്യാസി ഇയാളോട് പറഞ്ഞു, നിന്റെ മൗനം നിന്റെ പഠിപ്പിക്കൽ ആകട്ടെ. കുറേ വർഷങ്ങൾ കഴിഞ്ഞു. ആളുകൾ പലരും അവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ സമാധാനപ്പെട്ട് പോയി. മൗനം എന്ന് പറയുന്നത് ഒരു ശൂന്യതയല്ല, അവിടെ സമാധാനത്തിൻ്റെ, ശാന്തിയുടെ നിറവുണ്ട്. അതേപോലെ ജ്ഞാനത്തിൻ്റെ നിറവ് ഉണ്ട്. കഥ പറഞ്ഞു തീർന്ന മുത്തച്ഛനോട് കുട്ടി ആവശ്യപ്പെട്ടു, മുത്തച്ഛ, ഒരു കഥയും കൂടി എനിക്ക് പറഞ്ഞു തരുമോ? മുത്തച്ഛൻ കഥ പറയാനിരുന്നു, കുട്ടി കേൾക്കാനിരുന്നു. മുത്തച്ഛൻ പറഞ്ഞു, ഒരിടത്ത് ഒരു പ്രായം ചെന്ന ഒരാളുണ്ടായിരുന്നു. മൗനത്തിൽ ജീവിച്ച് മൗനത്തിൽ സംസാരിച്ച ഒരാളാണ്. ഗ്രാമത്തിലുള്ള ആളുകൾ അയാളെ സമാധാനപ്പെടുത്തുന്ന ആൾ എന്നാണ് വിളിച്ചുകൊണ്ട് ഇരുന്നത്. ദുഃഖമുള്ള ആളുകൾ അയാളുടെ അടുത്തേക്ക് വന്നു, കോപമുള്ള ആളുകൾ അയാളുടെ അടുത്തേക്ക് വന്നു, രോഗമുള്ള ആളുകൾ അയാളുടെ അടുത്തേക്ക് വന്നു. അവർ പറയുന്നതെല്ലാം സമാധാനത്തോടെ കേട്ടു. ആളുകൾ സമാധാനപ്പെട്ട് അവിടുന്ന് പോയി. ഒരു ദിവസം ഗ്രാമത്തിലെ ഒരു ചെറിയ കുട്ടി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു,
എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങയുടെ സാന്നിധ്യത്തിൽ സമാധാനപ്പെടുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, അവരെ സമാധാനപ്പെടുത്തുന്നത് മൗനത്തിൻ്റെ സാന്നിധ്യമാണ്. കുട്ടി തിരിച്ചറിഞ്ഞു, സംസാരം എന്നും ആവശ്യമില്ല. ശരിക്ക് മൗനമാണ് നല്ലത്. മൗനത്തിൻ്റെ ശക്തിയാണ് നല്ലത്. മുത്തശ്ശൻ കുട്ടിയോട് ചോദിച്ചു, ഈ കഥയിൽ നിന്ന് കുട്ടിക്ക് എന്താണ് മനസ്സിലായത്? കുട്ടി പറഞ്ഞു, വാക്കുകളേക്കാൾ ശക്തി മൗനത്തിന് ഉണ്ട്. ആവശ്യം വരുമ്പോൾ മാത്രം സംസാരിച്ചാൽ മതി. ബാക്കിയുള്ള സമയം മുഴുവനും നമ്മുടെ ഉള്ളിലുള്ള മൗനത്തോട് ചേർന്ന് ഇരിക്കുകയാണ് വേണ്ടത്. അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള മൗനത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ